ശ്രീരാമ രാമ രാമ ലോ. വൺ ഓഫ് മൈ ക്ലാസ്മേറ്റ്സ് നെയിം വാസ് വസന്ത, ഈസി വസന്തകുമാരി. ലങ്ക എന്ന് പറഞ്ഞാൽ മോളെ ഇന്ത്യ ഇങ്ങനെ പോന്നാൽ ഇവിടെ ഒരു ചെറിയ ഇല്ലേ, അതാണ് ലങ്ക. ഏതെങ്കിലും ഒരു കവിത ഇല്ല. ഞാൻ മനസ്സിലാവും കേട്ടോ. നിങ്ങൾ വിചാരിക്കേണ്ടത് നിങ്ങൾ മാത്രം സമർത്ഥം മതിയായിരുന്നു. ഈ പായസാരൊക്കെ കഴിച്ചോ, അതിനനുസരിച്ചായി മക്കൾ. നിങ്ങളൊന്നത് വായിക്കാറില്ലാവില്ല അല്ലേ? നിങ്ങളുടെ കാലത്ത് എന്ത് രാമായണം. ഇപ്പൊ നമ്മളെപ്പോലുള്ളത് ലക്ഷ്മിക്കുട്ടി അമ്മയാണ്. നമ്മളെ പോലെയുള്ള പുതുതലമുറക്ക് ഈ രാമായണത്തിനെ കൊണ്ട്, രാമനെ കൊണ്ട്, സീതനെ കൊണ്ട് ഒന്നും അറിയില്ല. പേര് മാത്രമേ അറിയുള്ളൂ, കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പൊ അമ്മമ്മ ഇന്ന് നമുക്ക് രാമായണത്തിനെ കൊണ്ടും പിന്നെ അതിലുള്ള ഓരോ കാണ്ഡങ്ങളെ കുറിച്ചും എല്ലാം നമുക്കിന്ന് പറഞ്ഞുതരും. രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രഘുപതേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ 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 നാരായണ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ലോകാഭിരാമോ ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമധർമാഭൃതേ ശ്രീരാമ മമ ഹൃദയ ഹൃദയ നാരായണ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ ദേവ്യുദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ ശ്രീരാമ രാമ രാമ ശ്രീരാമ രമാപതി ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. ഇത് എത്ര പ്രാവശ്യം ഫുള്ള് വായിച്ചു? ഇത് ആദ്യത്തെ ബാലകാണ്ഡത്തിലെ ഇത് തുടക്കാണ് ഞാനിപ്പോ ചൊല്ലിയത്. നിങ്ങളൊന്നത് വായിക്കാറില്ലാവില്ല അല്ലേ? നിങ്ങളുടെ കാലത്ത് എന്ത് രാമായണം ഇല്ലേ, എന്ത് കൃഷ്ണപ്പാട്ട്. നിങ്ങൾക്ക് രാമായണമൊന്നും കൃഷ്ണപ്പാട്ടൊന്നും വേണ്ട. കൊല്ലാൻ വേണ്ടിയാണ് ശ്രീരാമസ്വാമി ജനിച്ചത്. അങ്ങനെയാണ് കഥയിൽ പറഞ്ഞു വരുന്നത്. അങ്ങനെ അതിങ്ങനെ ഇപ്പോഴത്തെ കാലം അങ്ങനെ ഒരാളെ കൊല്ലാൻ ജനിച്ചാൽ ആദ്യം തന്നെ ഇവനെ കൊല്ലില്ലേ ഇല്ലേ? ആരടാ നീയും ചോദിക്കൂ. അപ്പോൾ അങ്ങനെ ആയപ്പോൾ ദശരഥ മഹാരാജാവ് 3 കല്യാണം കഴിച്ചിട്ട് അയാൾക്ക് മക്കളുണ്ടായില്ല. അപ്പം അവർ പണ്ടെല്ലാം എല്ലാ കാര്യത്തിനും അവർ വല്ല ഇതുവരെ അന്വേഷിക്കും അവരുടെ ഗുരുനാഥന്മാരോട്. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളൊരു പുഷ്ടകാമേശി യാഗം നടത്തിക്കോളൂ എന്ന് പറഞ്ഞു. പുത്രകാമേശി യാഗം നടത്തി ആദ്യത്തെ യാഗം നടത്തിയിരിക്കുമ്പോൾ അതിൽ നിന്ന് പായസം പൊന്തി വരും. ആദ്യത്തെ പായസം എടുത്തിട്ട് ആദ്യം കല്യാണം കഴിച്ച കൗസല്യക്ക് കൊടുത്തു. കൗസല്യ എന്ത് ചെയ്തു? അതിൽ നിന്ന് പകുതി എടുത്ത് പകുതി സുമിത്ര എന്ന് പറയുന്ന അവസാനത്തെ ഒരു ഭാര്യയുണ്ട്, അവർക്ക് കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ രണ്ടാമത് പൊന്തി വന്ന പായസം എടുത്തിട്ട് കൈകേയിക്ക് കൊടുത്തപ്പോൾ കൈകേയി അത് എടുത്തിട്ട് കൈകേയിയും കൊടുത്തു സുമിത്രക്ക്. അപ്പം അങ്ങനെയാണ് സുമിത്രക്ക് 2 മക്കൾ. ഇത് ശ്രീരാമനും ഈ പായസാരൊക്കെ കഴിച്ചോ, അതിനനുസരിച്ചായി മക്കൾ. ഇതൊന്നും ഇപ്പം പറഞ്ഞാൽ ഇപ്പോഴത്തെ കുട്ടികൾ വിശ്വസിക്കില്ല. ഇപ്പം ശ്രീരാമന് എവിടെ പോകുമ്പോൾ ലക്ഷ്മണൻ കൂടെ ഉണ്ടാവും. ചേട്ടാ ഈ പായസത്തിൻ്റെ പകുതി കഴിച്ചത് കൊണ്ടാണ് അത്ര വലിയ ബന്ധം എന്നാണ് കേട്ടിട്ടുള്ളത് കഥയിൽ. പിന്നെ ഭരതൻ എന്ന് വെച്ചാൽ രാജ്യം ഭരിക്കാൻ അതിസമർത്ഥനായത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഭരതൻ എന്ന് പേരിട്ടത് പോലും. ഭരതൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവുക ശത്രുഘ്നൻ എന്ന് വെച്ചാൽ ശത്രുക്കളെയൊക്കെ നശിപ്പിക്കണ്ടേ. രാജ്യം ഭരിക്കണമെങ്കിൽ ശത്രുക്കളുള്ള നശിപ്പിക്കണ്ടേ. അപ്പം ശത്രുഘ്നൻ എന്ന് പറഞ്ഞാൽ ഭരതൻ്റെ കൂടെ എപ്പോഴും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇങ്ങനെയൊക്കെ ആയി ദശരഥ മഹാരാജാവ് വയസ്സായി നന്ന പ്രായമായി. എന്നെക്കാളും പ്രായമായോ എന്ന് സംശയമുണ്ട്. എന്നെ ഇപ്പം കുറച്ച് നല്ല പ്രായം കേട്ടാൽ കളിച്ചിരിക്കും. അപ്പോൾ അവിടെ കിടന്നിങ്ങനെ എനിക്ക് ഇത്ര പ്രായമായല്ല, മക്കൾ വേണം നമുക്ക് കർമ്മം ചെയ്യാൻ. അത് കഴിഞ്ഞ് ശ്രീരാമനും ലക്ഷ്മണനും ഒക്കെ കാട്ടിലേക്ക് പോയി. ശ്രീരാമനും ലക്ഷ്മണൻ പോകുമ്പോൾ സീത ചോദിച്ചു,
എൻ്റെ ഭർത്താവ് പോകുമ്പോൾ ഞാൻ എന്തിനാ ഇവിടെ നിൽക്കുന്നത് ആവശ്യമുണ്ടോ? ശ്രീരാമൻ അത് ആ വരികൾ ആരോടാ ചോദിക്കണ്ട്? നിങ്ങളോടൊന്നും ആരോട് ചോദിച്ചാലും പറഞ്ഞു തരില്ല. എൻ്റെ ഭർത്താവ് കാട്ടിലേ ഇരിക്കുമ്പോൾ ഞാനും കാട്ടിലല്ലേ ഇരിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ വാൽമീകി എന്ത് ചെയ്തു? പർണശാല എന്ന് പറഞ്ഞാൽ മോക്ക് മനസ്സിലാവുക, അത് അവിടെയുള്ള ചെടിയുടെ കൊമ്പൊക്കെ കൂടിയാക്കി ഒരു മുറി പോലെ കെട്ടു, അവിടെ താമസിക്കും. അപ്പം അങ്ങനെ ശ്രീരാമനും ലക്ഷ്മണന് പോകുമ്പോൾ സീതയും കൂടി. അപ്പം സീതയോട് പറയും, സീത വരണ്ട, കാട്ടിലേക്ക് വന്നാൽ കാട്ടിൽ പാമ്പുണ്ടാവും, അതുണ്ടാവും ഇതുണ്ടാവും, എനിക്ക് എന്നെ ദ്രോഹിക്കുമെന്ന്. നേരത്തെ പറഞ്ഞ അല്ലേ, എന്നെ ദ്രോഹിക്കുന്നതിന് രക്ഷിക്കാൻ നിങ്ങൾ രണ്ടുപേരും കൂടെ ഉണ്ടാവില്ലേ എന്ന് പറയും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ഇരുന്നുകൊണ്ടിരിക്കുമ്പോൾ ശൂർപ്പണഖ എന്ന് പറഞ്ഞിട്ട് ഒരു രാക്ഷസി വന്നു. അവൾ വരുന്നത് എവിടുന്നാണെന്ന് വെച്ചാൽ ലങ്കയിൽ നിന്നാണ്. രാക്ഷസന്മാരന്ന് ലങ്കാ രാജ്യത്തെയാണ്. ലങ്ക എന്ന് പറഞ്ഞാൽ മോളെ ഇന്ത്യ ഇങ്ങനെ പോന്നാൽ ഇവിടെ ഒരു ചെറിയ ഇല്ലേ, അതാണ് ലങ്ക. ലങ്കയിൽ നിന്ന് ശൂർപ്പണഖ വന്നപ്പോൾ ഇവളെ ദ്രോഹിക്കാനാണെന്ന് വെച്ചിട്ട് എന്ത് ചെയ്തു? രാമസ്ഥലത്തില്ല, രാമൻ എവിടെയോ പോയിട്ടുണ്ട്. അപ്പം ലക്ഷ്മണനാണ് സീതക്ക് കാവൽ. ലക്ഷ്മണൻ എന്ത് ചെയ്തു? ഈ ശൂർപ്പണഖയെ ഉപദ്രവിച്ചു. പറഞ്ഞ മലയും തലയൊക്കെ മുറിച്ചു എന്നാണ് കഥകൾ കേട്ടോ. ഞാൻ ഒരു ദിവസം ഇനി വന്നാൽ ബുക്ക് ഉണ്ട് എൻ്റെ അടുത്ത് വേറെ. അപ്പം മുറിച്ചൊക്കെ ആയപ്പോൾ ശൂർപ്പണഖയ്ക്ക് മേലോട്ടൊക്കെ ആകെ രക്തമൊക്കെ ഒഴുകുന്നുണ്ട്. ദേഹത്തൊന്ന് മുറിച്ചാൽ ജീവനോടെയുള്ളവർക്ക് രക്തം വരില്ലേ. അപ്പം ശൂർപ്പണഖ ഈ ദീനോടുകൂടി രാവണൻ്റെ അടുത്ത് ചെന്നു. രാവണൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, കണ്ടോ, ഞാനിങ്ങനെ നോക്കിയപ്പോൾ അതിസുന്ദരിയായ ഒരു സ്ത്രീ കാട്ടിലിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് കണ്ടു. അപ്പം ഞാൻ ഓർത്തു, രാവണന് എൻ്റെ ആങ്ങളക്ക് പിന്നെ ഒരു 10 ഭാര്യമാർ പറ്റൂ, അത് അയാളെ സ്വഭാവം. അപ്പം ഇങ്ങോട്ട് കൊണ്ടുവരാൻ നോക്കട്ടെ എന്ന് വെച്ചാൽ അടുത്തേക്ക് പോയപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ എന്നെ ഇങ്ങനെ മലയും തലയൊക്കെ ചീത്തയാക്കി കളഞ്ഞു, തലമുടിയൊക്കെ മുറിച്ച് വൃത്തി കെട്ടിട്ടാണ് പറഞ്ഞയച്ചത്. അപ്പോഴെല്ലാം കൂടി രാവണന് ദേഷ്യം വന്നു. രാവണൻ അവിടുന്ന് എല്ലാം കൂടി കാട്ടിലേക്ക് വന്നു. ഇവരെവിടെയാ ഉള്ളത് നോക്കാൻ വന്നു നോക്കുമ്പോൾ സീത കാട്ടിലിരുന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ലക്ഷ്മണൻ അവിടുന്ന് എന്തെന്തൊക്കെ ചെയ്യോ എന്തോ അവർ ഭക്ഷണത്തിനുള്ള ഏർപ്പാടൊക്കെ ചെയ്യും. അവർക്ക് കായ്കളും കനികളും അല്ലേ തിന്നാൻ കിട്ടും. അച്ഛാ നമ്മളെപ്പോലെ കാട്ടിലപ്പോ നെയ്യപ്പോ ഒന്നും വരില്ലല്ലോ അവിടെ. അങ്ങനെയാക്കി ഇവിടെ നിന്നെല്ലാം കൂടി അപ്പം സീതയ്ക്ക് ഒരു വരം കിട്ടിയിട്ടുണ്ട്. സീതയെ ഏതൊരു പുരുഷൻ, അന്യപുരുഷൻ ശ്രീരാമനല്ലാതെ തൊട്ട് കഴിഞ്ഞാൽ അയാൾ ഉടനെ ഉണ്ടായാൽ എന്തെങ്കിലും നാശം വരും. അപ്പോൾ ഇവരെന്ത് ചെയ്ത് സീതയെ നിലത്തുനിന്ന് തന്നെ കോരിയെടുത്തു. സീത നിന്ന സ്ഥലത്തുനിന്ന് മണ്ണോടുകൂടി കോരി എടുത്തിട്ട് കൊണ്ടുപോയിട്ട് അവിടെ ഒരു അശോക വനമുണ്ട്. അശോകം എന്ന് പറഞ്ഞ ചെടി മോള് കണ്ടില്ല, അതിനൊരു നല്ല ചുമന്ന പൂക്കളെല്ലാം ഉണ്ടാകും. അശോകത്തിൻ്റെ കീഴിൽ അവിടെ കൊണ്ടുപോയി ഇരുത്തി. അപ്പം സീതനെ ആർക്കും തൊടാനാവില്ല, ആര് തൊട്ടാലും അവർക്ക് വിഷു. അപ്പം ഈ രാവണൻ എന്ന് പറയുന്ന ആളാരല്ല, രാവണനുണ്ട്, വിഭീഷണനുണ്ട്. രാവണൻ തന്നെ ആ രാവണൻ എന്നാണ് പറയുന്നത്. രാവണൻ എന്നല്ല, വിഭീഷണൻ എന്നുള്ളതിൻ്റെ രണ്ടാമത്തത് ഭാന്നല്ലേ, അതുകൊണ്ട് രാവണൻ എന്നുള്ളത് രാവണൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് അപ്പോൾ ഇങ്ങനെ ഒരു യുദ്ധത്തിനാരൊക്കെയാണ് പോകുന്നത് അറിയോ? ഹനുമാൻ എന്ന് പറയുന്നത് കുരങ്ങനാണ്. കുരങ്ങിൻ്റെ ജന്മമാണ്. കുരങ്ങാണോ മനുഷ്യനാണോ എന്നപ്പോൾ നമുക്ക് മനുഷ്യനൊന്നും ആയിരിക്കില്ല. അപ്പോൾ അവിടെ ഇങ്ങനെ ഇരുന്ന് ഇവർ യുദ്ധത്തിന് പോയി. രാവണ യുദ്ധം തുടങ്ങി. അപ്പോൾ ഒരു തലം ഇവർ ലക്ഷ്മണൻ രാമനും കൂടി മുറിക്കുമ്പോഴേക്ക് അങ്ങോട്ടൊരു തല മുളച്ച് വന്നു. അപ്പോൾ ഒരു കാലത്തും രാവണൻ മരിക്കുന്നില്ല. അപ്പോൾ അപ്പോഴാണ് പറയുക, നിങ്ങളൊരു കാര്യം ചെയ്തോളൂ, സൂര്യഭഗവാനെ ഭജിച്ചിട്ട് അമ്പ ഇത് നോക്കൂ. ഇപ്പോൾ സൂര്യഭഗവാന് അതൊരു മഹർഷിയാണ് ഉപദേശം കൊടുത്തത്. സൂര്യഭഗവാനെ ഭജിച്ചിട്ട് അമ്പ ചെയ്തപ്പോൾ രാവണൻ്റെ ഒരു തല അങ്ങോട്ട് പോയി.
അപ്പം പിന്നെ ഇവർ 20 തലയും കളഞ്ഞ്. അപ്പോൾ രാവണൻ മരിച്ചു വീണു. രാവണൻ മരിച്ചു വീഴുമ്പോൾ രാവണൻ്റെ ഭാര്യയുണ്ട് മണ്ഡോദരി പറഞ്ഞു, അയ്യോ ഞാനെന്ത് ചെയ്യൂ, എൻ്റെ ഭർത്താവ് മരിച്ചു പോയല്ലോ. എന്നിട്ട് പറഞ്ഞു മണ്ഡോദരിക്ക് മരണം തരാം, മറ്റു വേറെ ഞങ്ങൾക്ക് വേറെ ഒന്നും തരാനില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ശ്രീരാമ യുദ്ധം. ഇതാകുമ്പോൾ നമ്മൾ ഇത് വായിക്കാൻ കുറേ ഉണ്ട്. എടുത്ത് വായിച്ചാൽ മലയാളം വായിക്കാൻ അറിയേ. കൃഷ്ണപ്പാട്ട് അതെന്താണെന്ന് വെച്ചാൽ അതിങ്ങനെ പകിട കളിച്ചുകൊണ്ടിരിക്കുന്നത്. പണ്ടത്തെ രാജാക്കന്മാർക്ക് പല ഇതും വേണം, സന്തോഷങ്ങളും വേണം. ഇപ്പോഴത്തെ രാജാക്കന്മാരെ പോലെ ഇപ്പോഴത്തെ ഭരണാധികാരികളെ പോലെ വെറുതെ ഇരുന്നിട്ട് അന്നും ജീവിക്കാൻ ജനങ്ങളൊന്നും സമ്മതിക്കുകയും. അപ്പോൾ ഈ പകിട ഇങ്ങനെ ഉരുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഇതെന്താ ചെയ്യുക? അപ്പോഴാണ് പറഞ്ഞു കൊടുത്തത്, ഒരു കാര്യം ചെയ്തോളൂ, നിങ്ങൾ പകിട അങ്ങോട്ട് ഇട്ടപ്പോൾ അവർ ഇങ്ങോട്ട് വരട്ടെ, ആ പകിട തന്നെ ഉരുട്ടി വരട്ടെ എന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെയാണ് ഈ കൃഷ്ണപ്പാട്ട് തുടങ്ങുന്നുണ്ട്. ഇന്നീലോതന്നൂടെ പുഞ്ചിരിയായോരു ചന്ദ്രികമയിൽ പരക്കയാലേ പാലാഴി വെള്ളത്തിൽ മുങ്ങി നിന്നിരുന്ന നീലഭമായൊരു ശൈലം പോലെ മേവി നിന്നിരുന്ന ശൈലജം തന്നെ ഞാൻ കാണാനോളിടീനെ ഞാൻ കാത്തുകൊള്ളുവാൻ. അങ്ങനെയാണ് കൃഷ്ണ. അപ്പം ഭാര്യ അകത്തുനിന്ന് പറഞ്ഞു കൊടുത്തു, ഇന്നേ ആയി ഒന്നുന്നത് തന്നെ തള്ളി കൊടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പം ഭാര്യക്കും അറിയാം, പകിട കളിക്കാൻ ഭാര്യക്കും അറിയാം. അങ്ങനെയൊക്കെയാണ്. അതെ അതെ, കണ്ടോണ്ടിരിക്കുമ്പോ എല്ലാവർക്കും അറിയാലോ അല്ലേ. ഇപ്പൊ ഭർത്താക്കന്മാര് ചെയ്യുന്ന അക്രമവും വേണ്ടാതെ തന്നെ ഒക്കെ ഞങ്ങൾക്കും മനസ്സിലാവും കേട്ടോ. നിങ്ങൾ വിചാരിക്കേണ്ട നിങ്ങൾ മാത്രം സമർത്ഥന്മാരാണ്. ഇന്ന് പിന്നെ അതൊന്നുമില്ല മോളെ. ഭാര്യക്കും ജോലിയുണ്ട്, ഭർത്താവിനും ജോലിയുണ്ട്. നിങ്ങൾ തെരുവിൽ പോയി തൊഴലുണ്ടാ? മണ്ണാവത്തില് പണ്ട് നിങ്ങൾ വാളെഴുന്നേൽച്ചിട്ട് വരും. എന്തിനാണെന്ന് വെച്ചാൽ ശിവരാത്രി നോയമ്പ്. ശിവരാത്രി നോയമ്പിന് അവർ വന്ന് വാളെഴുന്നേൽച്ചാൽ നമ്മൾ ഈ ഭസ്മത്തിന് ഉരുട്ടി വെക്കും. ചാണകം. ഇപ്പം ചാണകത്തിന് വേണ്ടിയ പശുവിനെ വളർത്താൻ ചാണകം ഉണ്ടാവുമോ? ഇതിൽ പറയുന്നില്ലേ രാവണന് 10 തലയുണ്ട്, അത് വെറുതെ പറയുന്നല്ലേ അല്ലേ? ശരിക്കുള്ള 10 തല ഉണ്ടായി എന്നാ പറയുന്നത്. രാവണൻ എന്ന് പറഞ്ഞാൽ 10 തലയുള്ള ആളാണെന്ന അല്ലേ? 10 തല കൊണ്ട് ഒരു മനുഷ്യന് നടക്കാൻ പറ്റുമോ? അല്ല, അയാൾക്ക് വിശ്വസിക്കുന്നുണ്ടോ? എനിക്ക് വിശ്വാസമൊന്നുമില്ല. 10 തലയും കൊണ്ട് കിടക്കണ്ടേ? ഇതെങ്ങനെ കിടക്കുക 10 തലയെ വെച്ചിട്ട്? അല്ല, എന്നാ പിന്നെ 10 തലയാണോ പുറകില് വെച്ച് ചുമരോട് ഇരിക്കണം അല്ലേ? അതുകൊണ്ട് എനിക്ക് വിശ്വാസമൊന്നും അക്കാര്യത്തിലില്ല. പിന്നെ പുരാണ കഥകളൊക്കെ ഇങ്ങനെയാണ്. രാമായണ പാരായണം നല്ലതാണ് ഒരു ഗൃഹത്തിൽ നിന്ന് പറയുന്നുണ്ട്. അത് നല്ലതോ ചീത്തയൊന്നും പറയണ്ട, അതൊന്നും എനിക്കില്ല. അതിൻ്റെ ഒന്നും അറിവില്ല. അത്രയ്ക്കൊന്നും മലയാളം ഞാൻ പഠിച്ചിട്ടില്ല. പക്ഷെ എന്നെ പഠിപ്പിച്ച ഗുരുനാഥന്മാര് നിങ്ങളോട് പറഞ്ഞാൽ മനസ്സിലായി. വാഗ്ബടാനന്ദൻ കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? വാഗ്ബടാനന്ദന്റെ അദ്ദേഹത്തിന്റെ ശിഷ്യനായിരുന്നു സൗത്ത് വാട്ട്യം സ്കൂളിലെ കുഞ്ഞിരാം മാഷ് എന്ന് പറഞ്ഞാൽ അദ്ദേഹമാണ് എന്നെ മലയാളം പഠിപ്പിച്ചത്. പിന്നെ ഒന്നുള്ളത് ഇവിടെ നമ്മുടെ കതിരൂർ പിന്നെ അവിടെ നിന്ന് 8ാം ക്ലാസ് വരെ കഴിഞ്ഞിട്ട് പിന്നെ കതിരൂർ ഹൈസ്കൂളിലേക്കല്ലേ പോവാ. ഹൈസ്കൂളിലുണ്ടായിരുന്നത് വിവിക എന്ന് പറഞ്ഞിട്ട് ഒരാളായിരുന്നു. അയാൾ മാവിലായിക്കാരനാ. അവരൊക്കെ പറഞ്ഞു തരുന്നത് നമ്മളിങ്ങനെ കേട്ടു, അത്ര തന്നെ. അമ്മമ്മേനെ കൊണ്ട് പറയുന്നത് ഇംഗ്ലീഷ് എന്നെ കൊണ്ടോ? I was a student in Brennan College. In the Brennan, there our English teacher was Ramanan Unni. He was a tall figure, very
grandson very nicely he is speaking English. Oh, that time we have so many friends. One, one, one of my classmates' name was Vasanta. E.C. Vasanta Kumari. Her mother also was a lecturer in Kollam. കൊല്ലം അടുത്ത ഇതിൻ്റെ സ്ഥലമാണ് കൊല്ലം. E.C. വസന്തകുമാരി. അപ്പോൾ അങ്ങനെയാണ് ഞാൻ എൻ്റെ മകൾക്ക് വസന്ത എന്ന് പേരിട്ടത്. പക്ഷെ വസന്ത പ്രസവത്തോടും നമ്മളെ വിട്ടേച്ച് പോയി. ഞാൻ പഠിച്ചത് തുടക്കം പോയി, പിന്നെ സൗത്ത് കോട്ടയം, പിന്നെ ബ്രണ്ണൻ കോളേജ്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ കണ്ണൂർ ട്രെയിനിങ് സ്കൂൾ TTC കഴിച്ചു. അത് കഴിക്കാൻ കാര്യം എന്താ വെച്ചാൽ സ്കൂളിലേക്ക്, ഗേൾസ് സ്കൂളിലേക്ക് ഒരു ഹെഡ് ടീച്ചർ തന്നെ വേണമെന്ന് നിയമം അങ്ങോട്ട് പാസ്സായി. നിയമത്തിന് ഒന്നുമില്ലല്ലോ, ആ കാര്യവും വിധിയൊന്നും ഉണ്ടാവില്ല. ആ നിയമം ഉണ്ടാക്കിയ നിയമം തന്നെ. അപ്പൊ ഇവിടെ ഉള്ളത് അന്ന് ഇളയച്ചനാ. അമ്മമ്മക്ക് സ്വാതന്ത്ര്യ സമരം ഓർമ്മയുണ്ടാ? അമ്മമ്മക്ക് ഇവിടുന്ന് സ്കൂളിൽ നമ്മള് ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്യില്ലേ, അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട. നിതാന്ത ശോഭനമുയരുകവാനിൽ സ്വതന്ത്ര ഭാരത ഭാഗ്യ പതാകെ പതാബ്ജലക്ഷ്മികൾ വിളരമ്പനി സദാ പറക്കുക മാതൃപതാകെ എന്നൊക്കെ പറഞ്ഞിട്ട്. ബ്രിട്ടീഷുകാരെ ഭരണം ഓർമ്മയുണ്ടാ? ഓ, ബ്രിട്ടീഷുകാരെ ഭരണം നമുക്ക് തന്നതാ. അങ്ങനെ ഇന്ത്യ സ്വതന്ത്രയായി തീർന്നതാ. ബ്രിട്ടീഷുകാരെ കയ്യില്ല. ബ്രിട്ടീഷുകാരിൽ ഒന്ന് വെല്ലസ്ലിയാണ് ഗവർണറായിട്ടുണ്ടായിരുന്നത്. മല്ലാക്ഷി മണിയായ ഭാമ സമരം ചെയ്തില്ലയോ, തേർതളിച്ചില്ലേ പണ്ട് സുഭദ്ര, പാരിത് ഭരിച്ചില്ല വിക്ടോറിയാണെന്ന് മഹാറാണി. വല്ലാക്ഷി മണികൾക്ക് പാടവം ഇതെല്ലാം ഭവിച്ചിടുക, ചൊല്ലേറും കവിതക്ക് മാത്രം അവരാളല്ലെന്ന് വന്നിടുമോ എന്ന് പറഞ്ഞിട്ട് തോട്ടക്കാരുടെ മാധവിയമ്മയുടെ ഒരു കവിതയുണ്ട്. അതൊന്നും എനിക്ക് മുഴുവനൊന്നും ഓർമ്മയിൽ വരുന്നില്ല മോളെ, എനിക്ക് അറിയായിരുന്നു. കവിത എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാ ഏതെങ്കിലും ഒരു കവിത ഇല്ല? ഞാനൊരു കവിത ചൊല്ലിത്തരട്ടെ. നുകബുന്തോളത്ത് കരിയുമേന്തിക്കൊണ്ടകലെ പാടത്തിൽ പണി ചെയ്യുവാൻ പതിവായിട്ടെന്നു പുലർകാലം വന്നു പുതുവയിൽ നാളം തെളിയുമ്പോ, എവിടെ കർഷകൻ എവിടെ രാജാവ്, എവിടെ കർഷകൻ പണിയാഞ്ഞാൽ. അപ്പൊ കൃഷിക്കാരുടെ പണിയിലാണ് നമുക്ക് കിട്ടുന്ന ആഹാരം. അപ്പോ ഇന്ന് നമുക്ക് രാമായണത്തിനെ കൊണ്ടുള്ള അറിവെല്ലാം പറഞ്ഞു തന്നുകൊണ്ട് അമ്മമ്മക്ക് ഒരു നന്ദി. നമുക്ക് ഇത്ര സമയം എടുത്തിട്ട് ഇതെല്ലാം പറഞ്ഞു തന്നെ. എന്റെ പൂർവ്വ വിദ്യാർത്ഥികളല്ലേ നിങ്ങളെല്ലാവരും, നിങ്ങളല്ലെങ്കിലും നിങ്ങളുടെ അമ്മമാരൊക്കെ. അപ്പൊ പിന്നെ എന്നോട് എന്തിനാ നന്ദി പറയുന്നത്?